ടി ജി ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി അത് വളരെ രസകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് സർക്കാരിനെതിരായിട്ടുള്ളൊരു വിധിയായിട്ടും അതിനെ വ്യാഖ്യാനിക്കാം. സർക്കാർ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു സിറ്റിസൺസ് റെസ്പോൺസ് എന്ന നിലക്ക് കാര്യങ്ങൾ പരിശോധിക്കാനും വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സർവേ നടത്താനായിട്ട് തീരുമാനിക്കുന്നു. അതിനെ ഇപ്പോൾ നവകേരള സർവേ എന്ന് പറയുന്നതായിട്ട് വ്യാഖ്യാനിക്കുന്നു. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് LDF സർക്കാർ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവനും ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ തന്നെ ഒരു സംവിധാനത്തിൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകി ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതേതാണ്ട് പൂർത്തീകരിച്ച് ജനുവരി ആയപ്പോൾ അതൊക്കെ തീർന്നു. പക്ഷേ ഇനി അങ്ങനെ നടത്തിയ സർവേയുടെ ഒരു ഫലം വരാൻ പോകുന്നതായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് പ്രതിപക്ഷം അതിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് തള്ളുകയും ചെയ്തിരിക്കുന്നു. തള്ളുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർവേ ഫലം അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാരിനെതിരെ ഒരു സ്റ്റോപ്പ് മെമ്മോ പോലെയുള്ള ഒരു പ്രോസസ്സായിട്ട് ആ വിധി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു വിവിധ സാധ്യതകൾ എന്തെല്ലാം? ഞാൻ ഈ ടി വിയിൽ നിന്ന് കേട്ടത് വെച്ച് ഒരു കോടതി വിധി വിശകലനം ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നിവൃത്തിയില്ല. അല്ല, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോടതി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടി അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ വെച്ചിട്ടാണെന്ന് തോന്നുന്നത്. അതെ അല്ലേ, അതാണ് പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് വായിക്കാതെ ജഡ്ജ്മെൻറ്റിനെ പറ്റി അഭിപ്രായം പറയാറില്ല. അല്ല, അത് നമുക്ക് നമ്മുടെ ഒരു പരിമിതിയാണ്. നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴേ നമുക്ക് ജഡ്ജ്മെന്റ് കിട്ടുകയോ അതൊന്നും ഇല്ലല്ലോ. നമുക്ക് വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ പറയുന്നത് വസ്തുതാവിരുദ്ധം വരെ ആയിപ്പോകും. കാരണം ചാനലുകൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിധിയിലില്ലാത്ത കാര്യങ്ങളുണ്ട് എന്നൊക്കെ വിളിച്ച് പറയും, ഉള്ളത് തന്നെ തെറ്റായിട്ട് വിളിച്ച് പറയും. അത് കേട്ട് നമ്മളൊരു തീരുമാനത്തിൽ എത്തുന്നത് ശരിയല്ല. എന്നാലും കേട്ടത് വെച്ച് എനിക്ക് ഈ വിധി ഒരു ശരിയായ വിധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ നവകേരള സർവേയിൽ ആകെ പിണറായി വിജയൻ കാണിച്ച ഒരു കള്ളത്തരം, ഈ സർവേ ആദ്യമേ പാർട്ടിക്ക് ചോർത്തി കൊടുത്തു. ചോർത്തിയല്ല, ചോർത്താതെ തന്നെ കൊടുത്തു. MP ഗോവിന്ദൻ അത് താഴെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. എന്നിട്ട് ഈ സർവേ നടത്തുന്ന ആളുകൾക്ക് പ്രതിഫലമുണ്ടല്ലോ, അത് സ്വന്തം പാർട്ടിക്കാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതായത് സർക്കാരിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കാരായിട്ടുള്ള വളണ്ടിയേഴ്സിൻ്റെ ഏഴിലെത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഒരു സംഗതി കോടതി അഡ്രസ്സ് ചെയ്തതായിട്ട് കാണുന്നില്ല. ഇതിനകത്ത് നിയമവിരുദ്ധമായ ഒരു മിസ്ചീഫായിട്ട് സർക്കാർ കളിച്ചത്, ഇത് ചോർത്തി, ഈ ചോദ്യാവലി ചോർത്തി സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുക്കുകയും അവരതിന് തയ്യാറെടുത്തിട്ട് അവർ വോളണ്ടിയർ, ഞാൻ തന്നെ വോളണ്ടിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാശടിച്ച് മാറ്റുകയും ചെയ്തു. അതാണ് അതിനകത്തെ ഒരു നിയമവിരുദ്ധമായ കാര്യം. ബാക്കി ഇപ്പോൾ കോടതി പറഞ്ഞു എന്ന് പറയുന്നത് ബജറ്റിന് പുറത്ത് ഇതുപോലത്തെ ഒരു കാര്യത്തിന് പണം ചിലവാക്കി, ബജറ്റിന് പുറത്ത് എല്ലാ സർക്കാരുകളും പണം ചിലവാക്കാറുണ്ട്. അതിന് അനുമതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിയമസഭയാണ്, കോടതിയല്ല. ഇപ്പം ബാലഗോപാൽ ബജറ്റിന് പുറത്ത് ഒരു കാര്യത്തിന് കാശ് ചിലവാക്കണമെങ്കിൽ ബാലഗോപാൽ ആകെ ചോദിക്കേണ്ടത് അസംബ്ലിയോടാണ്. ധനവിനിയോഗ ബില്ല് കൊണ്ടുവന്നിട്ട് ബജറ്റ് എക്സീഡ് ചെയ്തിട്ട് ഇത്ര കോടി രൂപ ഞാൻ ചിലവാക്കാൻ പോകുന്നു, ഇതിന് അനുമതി തരില്ല എന്ന് VD സതീശനൊക്കെ പറയും. പക്ഷേ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാലഗോപാൽ ജയിച്ചിട്ട് പോകും. ഇതിൽ കോടതിക്കൊന്നും ചെയ്യാനില്ല. ബജറ്റ് ഉണ്ടാക്കുന്നത്, ബജറ്റിൽ കുറവ് വരുത്തുന്നത്, ബജറ്റ് വകമാറ്റി ചിലവാക്കുന്നത്, ഇതൊക്കെ നിയമസഭയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. കോടതിക്ക് എന്താ ഇതിൽ കാര്യം? ബജറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ കോടതി ഇടപെടാൻ തുടങ്ങിയാൽ ഭരണസ്തംഭനം ഉണ്ടാകും. കോടതി നോക്കുമോ നാട്ടിലെ ബജറ്റില്ല? കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കോടതി സമാധാനം പറയുക. അല്ല, കോടതി പറഞ്ഞുകൂടാത്തതാണ്. അതായത് കോടതി അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബേസ് അത് ശരിയല്ല എന്നുള്ളതാണ്. അത് ലെജിസ്ലേറ്റീവിൻ്റെ അധികാരത്തിൽ കടന്നു കയറുന്ന ഒരു ഏർപ്പാടാണത്.
ബജറ്റിന് പുറത്ത് ചിലവാക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ്, ജുഡീഷ്യൽ തീരുമാനമല്ല. ബജറ്റിന് പുറത്ത് ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശനും കൂട്ടർക്കും നിയമസഭയ്ക്കുള്ളിലും പുറത്തും ക്യാമ്പയിൻ ചെയ്യാം. ബട്ട് ചീഫ് ജസ്റ്റിസ് അത് പറയാൻ പാടില്ല. അല്ല, ചീഫ് ജസ്റ്റിസ് അതിനകത്ത് പറഞ്ഞ വിഷയം വേറൊന്നാണ്. സർക്കാരിൻ്റെ പണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു അത് ഒരു ശരിയായ സംഗതിയല്ല. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള മാർഗം സർക്കാർ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അടുത്ത തവണ അധികാരത്തിൽ വരണം എന്നൊരു സിറ്റിംഗ് സർക്കാർ മോഹിക്കുന്നതിൽ തെറ്റെന്താ? അല്ല, ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഞാനൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ അത് ജനങ്ങൾ അറിയണം. പലപ്പോഴും ജനങ്ങൾ അറിയില്ല, നേരിട്ട് കയ്യിൽ കിട്ടുന്നത് മാത്രമേ അവരറിയുള്ളൂ. അല്ലാതെ പൊതുവായ ഒരു നന്മയ്ക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയണം എന്നില്ല. ഇപ്പോൾ ഞാൻ പറയാം, മോദി സർക്കാർ വന്നതിന് ശേഷം ഗ്യാസിന് ഒരു ക്ഷാമമില്ല. നേരത്തെ ഗ്യാസ് വലിയൊരു പ്രശ്നമായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ ഗ്യാസ് പ്രശ്നമല്ല. ഇതാരും അറിയുന്നേ ഇല്ല. കാരണം വിളിച്ചു പറയുന്നു ഗ്യാസ് വരുന്നു, വിളിച്ചു പറയുന്നു ഗ്യാസ് വരുന്നു. ഒരു കാലത്ത് ഗ്യാസിന് വേണ്ടി യുദ്ധം ചെയ്തിരുന്നു എന്നുള്ളത് ആൾക്കാർ മറന്നുപോകും. ഇത് ഓർമ്മിപ്പിക്കേണ്ടത് മോദി സർക്കാരിൻ്റെ ചുമതലയാണ്. അപ്പോൾ മോദി സർക്കാർ ഒരു AI വീഡിയോ ഇറക്കും. പണ്ട് നിങ്ങൾ ഗ്യാസിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഇരുന്നിടത്തിരുന്ന് ഗ്യാസ് കൊണ്ടുവരുന്നു. ഇത് കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ? ഒരു കോടതിക്ക് അതിൽ ഇടപെടാൻ പറ്റുമോ? ആ AI വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിന് ചിലപ്പോൾ 1-2 കോടി രൂപ സംസ്ഥാനങ്ങൾ ചിലവാക്കിയെന്ന് വരും, ഓരോ സംസ്ഥാനവും. അത് നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് മോഹിക്കുന്നത് തെറ്റില്ല. അത് തീർത്തും ജനാധിപത്യപരമായ അവരുടെ രാഷ്ട്രീയ അവകാശമാണ്. അതിൽ കോടതി കയറി കടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഞാൻ കണ്ട ഒരേ ഒരു മെരിറ്റ്, കോടതിക്ക് കയറി പെരുമാറാവുന്ന ഒരേ ഒരു ഏരിയ ഞാൻ കണ്ടത്, ഇത് ലീക്ക് ചെയ്ത് നേരത്തെ സ്വന്തക്കാർക്ക് കൊടുത്തിട്ട് അവരെ വോളണ്ടിയറാക്കി ഈ പ്രതിഫലം അവർ ചൊളിവിന് തട്ടിയെടുക്കാനല്ല. അത് സ്വാഭാവികമായിട്ടും സർക്കാർ, ഏത് സർക്കാരായി കഴിഞ്ഞാലും ഇത്തരത്തിൽ വോളണ്ടിയർ ടീമാണ് സർവേ നടത്തേണ്ടതെന്ന് തീരുമാനിച്ചാൽ ആരുടെ വോളണ്ടിയേഴ്സ്? അത് അവരുടെ വോളണ്ടിയേഴ്സ് അല്ലേ? അത് പൊതുപ്പണമാണല്ലോ. അതെ, അല്ല ഞാൻ പറയുന്നത് പൊതുപ്പണമായി കഴിയുമ്പോൾ സർക്കാർ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, ഇങ്ങനൊരു സർവേ നടത്താനായിട്ട് വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നു, ഇത്ര രൂപ നിങ്ങൾക്ക് കിട്ടും, ഇത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കണം. വാർഡ് വൈസ് അല്ലെങ്കിൽ പഞ്ചായത്ത് വൈസ് ആളുകളെ ക്ഷണിക്കുന്നു എന്ന് പറയുക. ആ ക്ഷണിച്ചവരിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കള്ളത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിക്കാം. സെലക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ആൾ മാത്രം സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അത് കോടതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു. അല്ലാതെ ഈ പൊതുവായ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാതെ വോളണ്ടിയർമാരെ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് എടുത്തത് നിയമവിരുദ്ധമാണ്. അതിൽ കോടതിക്ക് ഇടപെടാൻ പറ്റും. നിങ്ങളിങ്ങനെ കള്ളത്തരം കാണിക്കുന്നു, പൊതുവായ പൈസ ചിലവാകുമ്പോൾ അത് ത്രൂ അഡ്വർടൈസ്മെൻറ്റ്. അത് തികച്ചും സ്വജനപക്ഷപാതമാണ്. അതിൽ കോടതിക്ക് ഇടപെടുക. അത് ആ രീതിയിലായിരുന്നു പറയണ്ടേ. പക്ഷെ നമുക്ക് കോടതി എന്താണ് കൃത്യമായിട്ട് പറഞ്ഞേക്കണെന്ന് വിധി കിട്ടിയാൽ നമ്മൾ ടെലിവിഷൻ ന്യൂസ് കാണുന്നതാണ് സർക്കാരിന് തിരിച്ചടി, സർക്കാരിൻ്റെ പെടലിക്ക് അടിച്ചു കോടതി. ഒന്നാമത് ഈ തിരിച്ചടി എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ സെറ്റ് ബാക്ക് എന്നുള്ള വാക്കിന് മലയാളത്തിൽ ഇവർ കണ്ടുപിടിച്ച വാക്കാണ് തിരിച്ചടി. വാസ്തവത്തിൽ മലയാളത്തിൽ തിരിച്ചടി എന്ന് പറയണമെങ്കിൽ ഞാൻ പിയേഴ്സന് ഒരു അടിക്കുന്നു, പിയേഴ്സൺ എന്നെ തിരിച്ചടിക്കുന്നു, അതാണ് തിരിച്ചടി. പിന്നെ ഞാൻ അടിച്ചില്ലെങ്കിൽ തിരിച്ചടിയില്ലല്ലോ. ഇല്ല. അപ്പോൾ സർക്കാർ കോടതിയെ അടിച്ചാലേ കോടതിയുടെ അടി തിരിച്ചടിയാവുള്ളൂ. പക്ഷേ ഇവർക്ക് ഇംഗ്ലീഷിൽ ഇത് ഹെഡ്ലൈൻസ് വരുമ്പോൾ ഇംഗ്ലീഷ് ചാനലൊക്കെ ഇല്ലേ, സെറ്റ് ബാക്ക് ടു ദ ഗവൺമെൻറ്. അത് ശരിയാണ്, സെറ്റ് ബാക്ക് ശരിയാണ്, തിരിച്ചടി ശരിയല്ല. വ്യാകരണ ദൃഷ്ടിയ തന്നെ തെറ്റാണ്. അതെ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ നമ്മളുടെ വാർത്ത പോലും ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം, ഒരു അടിയും പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ പോലും ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എന്തായാലും സർക്കാരിൻ്റെ ഒരു ഉദ്യമം, അതിനെതിരെ ഒരു വിധി കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാരിന് ഒരു സെറ്റ് ബാക്കായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം.
പക്ഷേ അപ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞു. അല്ല, റിസൾട്ട് സംഭവം സർക്കാരിന് കഴിഞ്ഞു, അതിൻ്റെ അത് മുഴുവൻ നടന്നു കഴിഞ്ഞു. കാരണം കഴിഞ്ഞു. ജനുവരിയിൽ മിക്കവാറും ഈ സർവേ പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇനി കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ആ സർവേയുടെ ഫലം നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. ഓ, അത് അതൊക്കെ നടക്കുന്ന കാര്യം. അത് ആരും മോണിറ്റർ ചെയ്യും. ആരും മോണിറ്റർ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.